ചിലരങ്ങനെയാണ്. അവര് ശത്രുക്കൾക്ക് വല്ല പ്രഹരവും ഏൽക്കുമ്പോൾ അവർ ഉണരും. അവരെന്നും കീഴൊതുങ്ങലിനെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ. അവരെന്നും പീഡനം ഏറ്റുവാങ്ങുന്നതിനെ പറ്റിയേ പറയൂ. എത്ര കിട്ടിയാലും മേടിച്ചു വെക്കാനേ അവർ പറയൂ. ക്ഷമയെക്കുറിച്ച് മാത്രമേ അവർ സംസാരിക്കാറുള്ളൂ. അതിനെ അവർ പഠിച്ചിട്ടുള്ളൂ. നിയമപാലകർക്ക് മുമ്പിലിട്ട് അവരെ പൊതിരെ തല്ലിയിട്ടും തിരിച്ച് അരുതട എന്ന് പറയാൻ നാവ് പൊങ്ങാത്തവരാണവർ. അവർക്ക് പേടിയാണ്. ഉമയ്യത്തിനാൽ പീഡിപ്പിക്കപ്പെട്ട ബിലാലിന്റെ ചരിത്രം മാത്രമേ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. അബൂജഹലിനാൽ പീഡിപ്പിക്കപ്പെട്ട യാസർ കുടുംബത്തിന്റെ ചരിത്രം മാത്രമേ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. പീഡനമേറ്റുവാങ്ങിയ ഖബ്ബാബിന്റെ ചരിത്രമാണ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത്. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ട ഉഖബത്തിന്റെ ക്രൂരകൃത്യത്തിൽ വേദനിച്ച പ്രവാചക ചരിത്രം മാത്രമേ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ. ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി അവർ പറയാറില്ല. പ്രതിരോധത്തിനെ പറ്റി അവർ പറയില്ല. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ട ഉഖബത്തിനോട് പ്രവാചകൻ പ്രതികാരം ചെയ്തത് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഉമയ്യത്തിനോട് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രതികാരം ചെയ്തത് അവർ പറയാറില്ല. യാസർ കുടുംബത്തെ പീഡിപ്പിച്ച അബൂജഹലിനെ ഇബ്നു മസ്ഊദ് പ്രതികാരം തീർത്തത് അവർ പറഞ്ഞു തരില്ല. അവരെന്നും ശത്രുക്കളെ വിളിച്ചുകൊണ്ട് വേദി കൊടുത്ത് മാന്യവൽക്കരിച്ച് സമയവും അവസരവും വരുമ്പോഴെല്ലാം ക്ഷമയെപ്പറ്റി കീഴൊതുങ്ങലിനെ പറ്റിയേ അവർ സംസാരിക്കാറുള്ളൂ. ഇങ്ങനെ ശത്രുക്കളെ സന്തോഷിപ്പിച്ച് ഇങ്ങനെ തന്നെ പോവാനാണ് അവർക്കിഷ്ടം. ശരീരമനങ്ങാതെ ചെളിയാവാതെ സുഖമായി ജീവിതം തീർക്കണം, അതിനെല്ലാ സൗകര്യവും നാഥൻ കനിഞ്ഞരുളണം എന്ന ചിന്ത മാത്രമേ അവരിലുള്ളൂ. പണ്ട് ഇസ്രായേൽ വംശത്തോട് ഉടയതമ്പുരാൻ, നിങ്ങളിനി കനാൻ പ്രദേശത്ത് ചെന്ന് അവിടെയുള്ള അക്രമികളെ പുറത്താക്കി അവിടെ സത്യ ആദർശം സ്ഥാപിക്കാൻ പറഞ്ഞു. അവരെന്ന് പറഞ്ഞത് ഒതുങ്ങിക്കൂടലിനെ പറ്റിയാണ്. ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം, നീ തരുന്ന ഭക്ഷണങ്ങളും സൗകര്യങ്ങളും എല്ലാം ഏറ്റി ഇവിടെ കഴിഞ്ഞോളാം, ഞങ്ങൾക്കതിനൊന്നും സാധിക്കില്ല എന്നാണ് അന്ന് ആ ഇസ്രായേൽ വംശജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് നാഥൻ പറഞ്ഞത്, നിങ്ങൾക്കതിന് സാധിക്കില്ല എങ്കിൽ നിങ്ങൾ പോയി മരിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ജീവിക്കാൻ എന്ത് അവകാശം എന്നാണ്. ഇന്ന് നിങ്ങൾ പ്രതിരോധിക്കാൻ സജ്ജരാകുന്നില്ലെങ്കിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂടപ്പിറപ്പുകളുടെ ശവമഞ്ചം പേറാൻ തയ്യാറാവുക എന്നുള്ളതാണ്. റാബി ഗില്ലൽ പണ്ട് പറഞ്ഞതുപോലെ, നാം നമുക്ക് വേണ്ടിയല്ലെങ്കിൽ പിന്നെ നാം ആർക്ക് വേണ്ടിയാണ്? ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പിന്നെ ഞാൻ എന്താണ്? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? അതെ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഉണരുക?